ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തുനിന്ന് നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ ഒരു കൊലയിൽ കുറേ പഴുത്തിട്ടുണ്ടായിരുന്നു, അതാണ് പിച്ചി അത് തന്നെ നമുക്ക് ഒരു കവർ നിറച്ചും കിട്ടിയായിരുന്നു. ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുന്ന ഡേറ്റ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇത്രയും ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, കാര്യം ഇതിൽ നിറച്ചും പൊടിയാണ്. ഇവിടെ ചുറ്റും മണലാണല്ലോ, അപ്പോൾ നമ്മൾ പൊടിക്കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇതിൽ നിറച്ചും പൊടിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം, ഒരുമാതിരി കറുത്ത കളറിലുള്ള പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ എടുക്കാൻ പോയ സമയത്ത് എൻ്റെ കൈ ഫുള്ള് കറുത്ത കളറിലുള്ള, നമ്മളെ ഈ പൊടിയുടെ കളറൊന്നുമല്ല, നല്ല ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ പറിച്ചപ്പം തന്നെ ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു തൊലി ഭാഗത്ത് നല്ല രീതിയിൽ പൊടിയും അഴുക്കുമൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അകത്തുനിന്ന് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഇത് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. ഞാനത് കഴുകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം പൊടി ഉണ്ടായിരുന്നു എന്ന്. ഈ ഡേറ്റ്സ് കഴുകുമ്പോൾ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് കഴുകരുത് കേട്ടോ, കാര്യം ഒത്തിരി പഴുത്ത ഡേറ്റ്സാണ്. നമ്മളിങ്ങനെ ഒത്തിരി പ്രസ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല പഴുത്ത ഡേറ്റ്സൊക്കെ ഇങ്ങനെ പിരിന്ന് പോകും കേട്ടോ. വെള്ളത്തിലായാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ അങ്ങ് പിരിന്നങ്ങ് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട്. കുറച്ചൊന്ന് പതുക്കെ കഴുകിയെടുക്കണം കേട്ടോ. ഇതെല്ലാം നല്ലോണം പഴുത്ത ഡേറ്റ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പഴുത്തതും അതുപോലെ തന്നെ കുറച്ച് പച്ചയായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അധികം പച്ചയായിട്ടുള്ളതല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഡേറ്റ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മരത്തിൽ ഫുള്ള് മുള്ളുണ്ട് കേട്ടോ. മുള്ളെന്ന് വെച്ചാൽ നമുക്കങ്ങനെ കാണപ്പെടുന്ന മുള്ളുകളല്ല, ഇതിൻ്റെ ആ ഒരു ഓലയുടെ ആ ഒരു സൈഡിൽ, ഓലയുടെ ആ ഒരു തുമ്പത്തായിട്ട് ഇങ്ങനെ ഷാർപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് നമ്മുടെ പുറത്ത് കയറി കണ്ണിലൊക്കെ നല്ല രീതിയിൽ പൊത്ത് കയറും. പിന്നെ ഇങ്ങനെ ആ ഒരു ഡേറ്റ്സ് വരുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ മുള്ളു പോലെ എന്തൊക്കെയോ നീണ്ടു നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യെത്തിയൊക്കെ ഇങ്ങനെ പറിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലും ഒക്കെ കൊള്ളാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് പോലെ എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ എൻ്റെ പുറത്ത് കയറി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അടുത്ത് വന്ന് ഇതിനെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന് ചുറ്റും ഇങ്ങനെ മുള്ളുണ്ടെന്ന്. ഇത് ഒന്നാമത് കഴുകിയെടുത്ത വെള്ളമാണ്, നല്ല പൊടിയോ അഴുക്കും ഉണ്ട് കേട്ടോ. എന്തോ ഒരു കളർ, ഒരുമാതിരത്തെ ഒരു പച്ച പോലത്തെ കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അഴുക്കാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഞാനിതൊരു 5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഉണക്കിയെടുക്കണം. ഞാനൊരു 5-6 മാസം സൂക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. ഇപ്പം നമുക്ക് 1-2 ആഴ്ച കൊണ്ട് കഴിച്ച് തീർക്കാമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അല്ലാതെ കുറേ നാളിരിക്കണമെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ കഴുകിയെടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 5-6 മാസത്തോളം എനിക്ക് ഇരുന്നു കേട്ടോ. ഫ്രിഡ്ജിലാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ചത്. പുറത്ത് വെച്ചിരുന്നാൽ എനിക്കറിയില്ല, 1-2 മാസം, ഒരു 3 മാസത്തോളമൊക്കെ ഇരിക്കുമായിരിക്കും. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നില്ല, ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുറത്ത് വിരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ഡിസ്റ്റൻസ് ആക്കി ഉണക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇതൊരു 3 ദിവസം മതിയാവും കേട്ടോ, കാര്യം ഇവിടെ നല്ല ചൂടാണ്. പുറത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വരും 3 ദിവസം കൊണ്ട്. അപ്പോൾ ഇതൊരു 3 ദിവസമായിട്ടുണ്ട്, നല്ല ചൂടിൽ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. ചിലതൊക്കെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ബോക്സിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതെനിക്ക് ഒരു 2 ബോക്സിലോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 6 മാസത്തോളമൊക്കെ, ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണക്കിയെടുത്താൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഇത് കുറച്ച് പഴുത്തതും അതുപോലെ തന്നെ പച്ചയായിട്ടുള്ളതാണ്. നന്നായിട്ട് വിളഞ്ഞ ഡേറ്റ്സ് ആണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ കുറച്ച് പോർഷൻ പച്ചയും അതുപോലെ തന്നെ കുറച്ച് പോർഷൻ പഴുത്തതുമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ നിന്നാണ് കേട്ടോ പഴുത്ത് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡേറ്റ്സുകൾ ഞാൻ അങ്ങനെ ഉണക്കാൻ വെക്കുന്നില്ല. ഇത് 2 ദിവസം ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പഴുത്ത് വരും കേട്ടോ, അപ്പം നമുക്ക് കഴിക്കാൻ എടുക്കാം. പിന്നെ വേറെയും രീതിയിലുമൊക്കെ ഉണക്കിയെടുക്കുന്നത് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 6 മാസത്തോളം ഇരിക്കുന്നുണ്ട്. ഇത് മുന്നേ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ചിങ്ങനെ കൊലയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഓൾറെഡി പച്ചയായിരുന്നു, ചിലതൊക്കെ മാത്രം കുറച്ചൊന്ന് പഴുത്ത് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു കവറിൽ തന്നെ കുറച്ച് ദിവസം വെച്ചിരുന്നു, പഴുക്കമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.